ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ ഒരു എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേയും കൂടിയാണ്. സൺഡേയിലാകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, അതായത് ഇച്ചായനും പിള്ളേരും ഒക്കെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതേ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റ് വന്നിട്ടുണ്ട്. അല്ലാത്ത ടൈമിൽ ക്ലാസ്സുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ എനിക്കൊരു 6 മണിക്കെങ്കിലുമൊക്കെ എണീക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ശനിയും ഞായറൊക്കെ എനിക്ക് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും എണീറ്റ് വന്നാൽ മതി കേട്ടോ. അങ്ങനെ അതേ നമ്മുടെ ലിയാമോളും കുഞ്ഞാപ്പും ഇച്ചായനും അമ്മമ്മയൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ അതേ നേരെ വന്നിട്ടും വാതിൽ തുറന്നു നോക്കിയപ്പോഴേക്കും ഡയാന കൂട്ടി കിടക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോഴേക്കും ഓടി അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഡയാനെ കൂടി സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെന്താ പറയുക, മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നേക്കണേ കേട്ടോ. അതായത് ചായക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചായ വെക്കുന്നത് ശർക്കര ഇട്ടിട്ടാണ് ചായ വെക്കുന്നത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ലിയാമോൾക്കും കുഞ്ഞാപ്പനും ഇന്ന് സൺഡേ ക്ലാസ്സിൽ പോകണം. അപ്പോൾ 8 മണിക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചുണർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 പേരും പല്ല് തേക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണേന്ന്. അപ്പോൾ ഇന്നാണെങ്കിൽ പിള്ളേരുടെ സൺഡേ ക്ലാസ്സിൽ കാഴ്ചവെപ്പുണ്ട് കേട്ടോ, കുർബാനക്ക്. അപ്പോൾ 1-ാം ക്ലാസ് സിയിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇന്ന് കാഴ്ചവെപ്പിന് നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞാപ്പൂനാണെങ്കിൽ എന്താ പറയുക, മാലാഖനെ പോലെയും അതുപോലെ തന്നെ ലിയാമോള് ആവി മരിയനെ പോലെയും അങ്ങനെ ആക്കിയിട്ടാണ് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടിട്ട് കുറച്ച് നേരത്തെ ഞാൻ വിളിച്ചുണർത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എണീപ്പിച്ചത് കേട്ടോ. കാരണം 8 മണിക്ക് സൺഡേ ക്ലാസ്സിൽ അസംബ്ലിക്ക് മുമ്പ് അവിടെ എത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത് മിസ്സ്. അപ്പോൾ ഞാൻ ചായ വെച്ചപ്പോഴേക്കും കുറച്ച് ശർക്കര മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മധുരം കുറവായിരിക്കും. അപ്പോൾ ലിയാമ്മൾക്കും കുഞ്ഞാപ്പനും ആ ഒരു മധുരത്തിൽ പോരാ. അപ്പോൾ അവർക്കുള്ള ചായ ഞാൻ മാറ്റിയിട്ടും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചായ കുടിക്കുന്നത് ഈ ഒരു ബൗളിൻ്റെ അകത്താണ് കേട്ടോ. അതായത് ഈ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ബൗളില്ലേ, അതിൻ്റെ അകത്താണ് കേട്ടോ. അപ്പോൾ ഈ ചായ ആ ഒരു ബൗൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സമയം മുതൽ അവർക്ക് ഈ ഒരു ബൗളിൽ തന്നെ മതി കേട്ടോ ചായ. ഞാൻ പറഞ്ഞു അവരോട്, ഇത് ചായ കുടിക്കുന്നതല്ല ഐസ്ക്രീമൊക്കെ കഴിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. എനിക്ക് ഇതിൽ തന്നെ മതി, എനിക്ക് പപ്പ വാങ്ങിച്ചിട്ട് വന്നതല്ലേ, എനിക്ക് അത് തന്നെ മതി, അതിൽ തന്നെ മതി ചായ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പോൾ അതിൻ്റെ അകത്താണ് ചായ കുടിക്കുന്നത്. അങ്ങനെ ഇച്ചായനുള്ള ചായ ഉണ്ട്, ഞാൻ ആ വലിയ കപ്പിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചായൻ എണീറ്റപ്പോഴേക്കും ഞാൻ ഇച്ചായനോട് ചായ കൊണ്ടേ കൊടുത്തു. അതിന് ശേഷം അമ്മൂമ്മക്ക് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അമ്മൂമ്മയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ വിളിച്ചപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ലിയാമളെയും കുഞ്ഞാപ്പനെയും റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂമിലേക്ക് വന്നേക്കണേ കേട്ടോ. അപ്പോൾ അവർക്ക് 8 മണിക്ക് പള്ളിയിൽ പോകണമല്ലോ. അപ്പോൾ ഞാൻ ലിയാമളെയും കുഞ്ഞാപ്പനെയും രാത്രി കുളിപ്പിച്ചിട്ടാണ് കേട്ടോ കിടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം രാവിലെ എഴുന്നേറ്റ് കുളിപ്പിക്കലൊന്നും നടക്കത്തില്ല, കാരണം മുടിയൊന്നും ഉണങ്ങത്തില്ല. അവരുടെ മുടിയിലാണെങ്കിൽ മറ്റേ ഇത് വെക്കണമല്ലോ, നമ്മുടെ ആവി മരിയയുടെ ഇതുണ്ടല്ലോ, കിരീടം പോലത്തെ സംഭവമൊക്കെ വെക്കണമല്ലോ തലയിൽ. അപ്പോൾ അതൊക്കെ വെക്കണമെങ്കിൽ പിന്നെ മുടിയൊക്കെ നനഞ്ഞിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ കുളിപ്പിച്ചിട്ടാണ് അവരെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടാവുമല്ലേ. ലിയാമോളും കുഞ്ഞാപ്പും അവിടെ അപ്പുറത്തെ മുറിയിലിരുന്ന് നല്ല കളിയാണ് കേട്ടോ. ഞാനാണെങ്കിൽ റൂമിൽ കഥകടിച്ചിരുന്നിട്ട് നല്ല സൗണ്ടാണ്. അങ്ങനെ ലിയാമോളെ റെഡിയാക്കുന്ന സമയത്ത് അവിടെ കുഞ്ഞാപ്പ് ഇരുന്ന് കോട്ടവായി എഴുതാനുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇച്ചായനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലിയാമോളെ റെഡിയാക്കാം, ഇച്ചായൻ കുഞ്ഞാപ്പിനൊന്ന് റെഡിയാക്കുക, 8 മണിക്ക് പോകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് ഇച്ചായന. അപ്പോൾ കുഞ്ഞാപ്പിന് ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞാപ്പ് എന്നെ പിടിച്ച് ഒരു തല്ലിയിട്ട ഗൈസ്. ലിയാമോൾക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഇനി തലയിൽ വെക്കാനുള്ള കാര്യങ്ങൾ ഇച്ചായൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്താണെങ്കിൽ ഞാൻ കുഞ്ഞാപ്പിൻ്റെ കാര്യം നോക്കുന്നുണ്ട്. കുഞ്ഞാപ്പിൻ്റെ ഞാൻ എന്താ പറയുക മാല, കല്ലിൻ്റെ മാലയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മുടി ഞാൻ കെട്ടി വയ്ക്കുന്നില്ല, ജസ്റ്റ് അഴിച്ചിടാനാണ് കേട്ടോ പ്ലാൻ. കാരണം തലയിൽ മറ്റേ ഇത് വെക്കുമല്ലോ, അപ്പോൾ പിന്നെ കെട്ടി വെച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു. ഞാനും ഇച്ചായനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കേട്ടോ 2 പേരെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇച്ചായനാണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇച്ചായനാണ് നമ്മുടെ എന്താ പറയുക മാലാഖയുടെ ആ ഒരു ചിറകും
അതുപോലെ തന്നെ തലയിൽ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം ഇച്ചായനായിട്ട് ഉണ്ടാക്കിയത്. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആളുണ്ടാക്കിയതാണ് കേട്ടോ. കുഞ്ഞാപ്പനും മുടിയൊക്കെ വാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുഞ്ഞാപ്പനോട് പറഞ്ഞു മറ്റേ പിരികം എഴുതാൻ വേണ്ടിയിട്ട് ഐബ്രോ പെൻസിലും അതുപോലെ തന്നെ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഐലൈനറും ഒക്കെ എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് ആളെ പറഞ്ഞു വിട്ടതാണ്. പിന്നെ ആളെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ അന്വേഷിച്ച് ചെന്നു. അങ്ങനെ കുഞ്ഞാപ്പൂനാണെങ്കിലും പിരികൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. കണ്ണെഴുതാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണൊന്നും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞാപ്പൂൻ്റെ മിസ്സാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മാതാവിൻ്റെ ഒരു മെസ്സേജ് പോലെ ഒന്ന് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതേ കുഞ്ഞാപ്പൂനെ ഇന്നലെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കിയതാണ്. മിസ്സ് ചോദിക്കുമെങ്കിൽ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ചോദിച്ചതും പൊട്ട് തൊടുന്നതും ഒപ്പം വരുന്നു. അങ്ങനെ പൊട്ട് അങ്ങോട്ട് ചീത്തയായിപ്പോയി. പിന്നെ അത് മായ്ക്കാനായിട്ട് കുഞ്ഞാപ്പൂ അപ്പുറത്തേക്ക് പോയി. പിന്നെ വേറൊരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. അയ്യോ മറ്റത് വായിച്ചില്ലല്ലോ, ദൈവകൃപ. അയ്യോ നമ്മളെ ഇങ്ങനെ പോയി. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അങ്ങനെ കുഞ്ഞാപ്പൂനെ കഴിഞ്ഞപ്പോഴേക്കും ലിയാമ്മൾക്ക് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിരികവും കണ്ണെഴുതാൻ വേണ്ടി സമ്മതിക്കുന്നില്ല രണ്ടുപേരും. പിരികവും എഴുതി കൊടുത്തു. അതുപോലെ തന്നെ പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലിയാമ്മൾക്കും. അപ്പോൾ ലിയാമ്മൾക്ക് ഞാൻ മാല ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ആയതുകൊണ്ട് മാല ഇട്ടാനും കാണത്തില്ല. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ തലയിൽ വെക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഇത് ചയൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആളുണ്ടാക്കിയതാണ് കേട്ടോ. ചിറകും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി കുത്തിയിരുന്ന് ഉണ്ടാക്കിയതാണ് പാവം കേട്ടോ. ഇപ്പുറത്താണെങ്കിൽ TV വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതേ അവർ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതേ ഞാനും പോകുന്നുണ്ട് കൂടെ. അങ്ങനെ അതേ നമ്മൾ 2 വീലറിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുഞ്ഞാപ്പൂൻ്റെ ഈ ഒരു ചിറകുമായിട്ട് എങ്ങനെ കയറുമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അങ്ങനെ അതേ നമ്മൾ വണ്ടിക്ക് വന്ന് നമ്മളിതേ ഹോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ഹോളുണ്ട്. ആ ഹോളിലാണ് അവരുടെ അസംബ്ലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അങ്ങനെ അവരുടെ അസംബ്ലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നേരെ ക്ലാസ്സുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാനും ഇച്ചായനും കൂടി ഇപ്പോഴത്തെ കടയിൽ പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതേ നമ്മളെ കാത്തൊരാൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് സാധനമായിരിക്കും. അങ്ങനെ പൊറോട്ട മേടിച്ചത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിന് മുമ്പ് അത് വയറ്റിലാക്കണം, എന്നാലേ ഒരു സമാധാനമാകത്തുള്ളൂ. അപ്പോൾ ഈ ചൈന അമ്മൂമ്മക്കും വെള്ളയപ്പം, എനിക്കും കുഞ്ഞാപ്പൂനും ലിയാമ്മൾക്കും പൊറോട്ടയാണ് കേട്ടോ. എനിക്ക് അതാണ് ഇഷ്ടം. ഞങ്ങൾക്ക് 3 ആൾക്കും പൊറോട്ട മതി. അപ്പോൾ പൊറോട്ടയും വെള്ളയപ്പവും ഒപ്പം മുട്ടക്കറിയും വേണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 3 മുട്ടക്കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അമ്മൂമ്മക്ക് 2 വെള്ളയപ്പം ഞാൻ കയ്യോടെ തന്നെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചായനാണെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്, ഒപ്പം ഞാനും കഴിക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളയപ്പത്തിന് അത്ര ചൂടില്ല, പൊറോട്ടക്ക് നല്ല ചൂടാണ് കേട്ടോ. നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് അവർ ശരിയാക്കി തരുന്നത് തന്നെ. അപ്പം നല്ല ചൂടുണ്ടായിരുന്നു പൊറോട്ടയ്ക്ക്. ലിയാമോളും കുഞ്ഞാപ്പാണെങ്കിലും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് കേട്ടോ മറ്റേ അംഗനവാടി പോയത്. അയ്യോ, അംഗനവാടിയിലല്ല, സോറി, എന്താ പറയുക, സൺഡേ ക്ലാസ്സിൽ പോയത് കേട്ടോ. വെള്ളിയൊക്കെ കയറി തന്നെ. അങ്ങനെ അവർ ഫുഡ് കഴിക്കാണ്ടാണ് പോയേക്കണത്. എല്ലാ ഞായറാഴ്ച അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അവർ ടിഫിൻ കൊണ്ടുപോകാറുണ്ട് അവിടെ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ കൊണ്ടുപോയിട്ടില്ല, കാരണം അത് ഇങ്ങനെ റെഡിയായി പോയേക്കണ കാരണം ടിഫിനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയേക്കുന്നത്. ഇനിയിപ്പോൾ 10 മണിക്ക് കുർബാന, 11 മണിയാകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞിട്ടാണ് വന്ന് കഴിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പൊറോട്ടക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഊതി പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 പൊറോട്ടയാണ് കഴിക്കാൻ വേണ്ടി പോണത്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം എന്താ പറയുക, കഞ്ഞിക്കിടണം. കുക്കറിലാണ് ഞാൻ കഞ്ഞിക്കിടുന്നത് കേട്ടോ. കഞ്ഞിക്കിട്ടിട്ട് വേണം, എന്താ പറയുക, 10 മണി ആവാറായിട്ടുണ്ട്, കുർബാന തുടങ്ങാറായി. അപ്പോൾ കുർബാനക്ക് മുമ്പ് എത്തണമെന്നാണ് കേട്ടോ മിസ് എന്നോട് പറഞ്ഞേക്കണത്. അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് കഞ്ഞിക്ക് വിട്ട് നേരെ കുർബാനക്ക് പോകാനുള്ള നോക്കണം. ഞങ്ങളാരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അപ്പുറത്തെ മുറിയിൽ പോയിരുന്ന് ടി വി കണ്ടാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. ഇപ്പോഴും ഇച്ചായം വന്നിട്ടില്ല കേട്ടോ, പുറത്ത് പോയിട്ട്. അങ്ങനെ ഞാനും അമ്മമ്മയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കഞ്ഞി വെക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് കഞ്ഞിക്ക് ഇടുന്നത്, 2 ഗ്ലാസ് അരിയാണ് ഇടുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് മട്ടരിയും കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല അരിയും കിട്ടിയിട്ടുണ്ട്. അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ, അതായത് 1 ഗ്ലാസ് മട്ടരിയും 1 ഗ്ലാസ് നല്ല അരിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. മട്ടരിയും മാത്രമായിട്ട് വെക്കാനായിട്ട് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് വയ്ക്കുമ്പോൾ അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. ഈ അരി കഴുകുന്ന ഈ പാത്രം കണ്ട ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ 2 ഗ്ലാസ് അരി മാത്രമേ ഇട്ട് കഴുകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു തുള്ളി അരി പോലും താഴെ പോകത്തില്ല. അപ്പം നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അരി മാത്രമല്ല, അതുപോലെ തന്നെ എന്താ പറയുക, മറ്റു പച്ചക്കറികളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിലിട്ട് കഴുകിയെടുത്തുന്നാലും ഒന്നും താഴെ പോകാതെ നമുക്ക് കിട്ടും കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കാനും പറ്റും, കാരണം അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഹോളായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടിയാണ് നമ്മുടെ ഈ അഴുക്ക് വെള്ളമൊക്കെ പോകും. അപ്പോൾ നല്ലൊരു പാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടി വലുതായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായാലും എനിക്ക് തോന്നി. അങ്ങനെ അരിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മട്ടരിയാന്ന് കണ്ടാൽ പറയത്തില്ല, കാരണം മട്ടരിയൊക്കെ നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട് അഴുക്കൊക്കെ പോയപ്പോഴേക്കും. ഒരു 6-7 തവണയെങ്കിലും ഞാൻ കഴുകിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, ഒപ്പം അരിയും കഴുകി ഇടുന്നുണ്ട്. ഒരു വിസിൽ കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അമ്മൂമ്മ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്, എനിക്ക് തോന്നുന്നു പാത്രം കഴുകുന്നുണ്ടോന്ന്. അത് തന്നെ, പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പുറത്ത് കഞ്ഞിട്ടിടുന്നുണ്ട്. ഇനി നമുക്ക് വേഗം പോകണം, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ. രാവിലെ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ചായ ഇരിപ്പുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് അമ്മമ്മക്കൊന്ന് ചൂടാക്കി കൊടുക്കാൻ പറഞ്ഞതാണേ. അതും മതികളുണ്ട്. അടുക്കള വാതിൽ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഡയാന ഇവിടെ വന്ന് കിടക്കും കേട്ടോ, എനിക്ക് കൂട്ടായിട്ട്. ഞാനിവിടെ അടുക്കളയിൽ ജോലി ചെയ്യണ സമയത്ത് ഡയാന ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും കേട്ടോ. നല്ല രസമാണ് ഡയാനയുടെ കാര്യം പറഞ്ഞാൽ. ഞാനപ്പോൾ ഇത് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞേക്കുന്നത് പർപ്പിൾ കളറിലെ എന്തെങ്കിലും ഡ്രസ്സ് ഇടാനായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പർപ്പിൾ കളറിലെ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ട്രൈപോഡാണെങ്കിൽ ഇച്ചായൻ എന്താ നോക്കണേ കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഞാനൊന്ന് ഫോണ് ജസ്റ്റ് ഒന്ന് ചാരി വെച്ചേക്കണേ കേട്ടോ.
അങ്ങനെ ദേ മുടിയൊക്കെ കെട്ടി മേക്കപ്പൊക്കെ ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് കണ്ണെഴുതുക, പൊട്ട് തൊടുക, പോവുക, അത്രയൊക്കെ തന്നെ കേട്ടാ. അങ്ങനെ ദേ പള്ളിയിലെത്തിയിട്ടുണ്ട്. എല്ലാ പിള്ളേരും റെഡ് കളറിലെ ഉടുപ്പാണ്ടിട്ടുണ്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ലിയാമളും കുഞ്ഞാപ്പും വൈറ്റ് ആയത് കാരണം പെട്ടെന്ന് അറിയുന്നില്ലല്ലേ, അതിൻ്റെ ഇടയിലുണ്ട് കേട്ടാ. അങ്ങനെ കുർബാനെല്ലാം കഴിഞ്ഞത് കുഞ്ഞാപ്പിൽ നമ്മൾ വീട്ടിലെത്തിയിട്ട് അങ്ങനെ അവരിത് ഫുഡ് കഴിക്കണേ. ഇന്നലെ തിരുമ്മിയിട്ട തുണികളാണ് ഗൈസ്, ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പള്ളിയിൽ പോയ സമയത്ത് അമ്മൂമ്മ എല്ലാം വെയിലത്ത് ഇട്ടിട്ടുണ്ട് കേട്ടാ. ഡയാനക്കുട്ടി, ഡയാന വാ, ബിസ്ക്കറ്റ് വേണോ? ഡയാനക്ക് ബിസ്ക്കറ്റ് വേണോ? വാ എന്നാ വാ, വേണോ എനിക്ക് ബിസ്ക്കറ്റ്? ആണെങ്കിൽ വാ, ബിസ്ക്കറ്റൊക്കെ ഇഷ്ടമാണ് ഡയാനക്ക്. അയ്യോടാ, പാത്രത്തിലുണ്ടെന്നോർത്ത് വന്ന് നോക്കണേന്ന്. തരാട്ടോ ബിസ്ക്കറ്റ്. ഡയാനക്ക് പൈസ കൊടുക്കണം. ഡയാനക്കാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ എവിടെയാണ് അവിടെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോയെന്ന് ഡയാന അവിടെ കിടക്കും, ഇനി ഫ്രണ്ടിലേക്ക് വന്നാലും ഡയാന ഇവിടെ വന്ന് കിടക്കും കേട്ടോ. ഇപ്പോൾ ലിയാമളും കുഞ്ഞാപ്പും ക്ലാസ്സിൽ പോയ സമയത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അത് ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ലിയാമളും കുഞ്ഞാപ്പും ഡയാന എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, എന്തോ വായിലൊക്കെ എന്തോയൊക്കെ വെച്ച് കൊടുക്കുന്നതായിട്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ ദേ ആ ജനാലയുടെ സൈഡിൽ നോക്കിക്കണ്ടേ നിറച്ച് ടോയ്സാണ് കേട്ടോ രണ്ടുപേരുടെയും. അപ്പോൾ അവിടെ ഇരുന്നാണ് രണ്ടുപേരും ഇന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നേക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പും ലിയാമോളും കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. കുറച്ച് വേസ്റ്റ് ഉണ്ട്, അത് അപ്പുറത്ത് കൊണ്ടേക്ക് കളയണം. അപ്പോൾ പള്ളിയിലൊക്കെ പോയതുകൊണ്ട് കളയാൻ വേണ്ടി പറ്റിയില്ല. എൻ്റെ കുറച്ച് കൃഷിത്തോട്ടം. ഡയാന കുഞ്ഞാപ്പം തുറക്കണേ. ഇവിടെ മണ്ണിട്ട് കുഴിക്കല്ലേ കുഞ്ഞാപ്പ്. നമുക്കിവിടെ തക്കാളി ചെടി, പീച്ചിങ്ങ, പിന്നെ എന്താ വേപ്പില, അങ്ങനെ കുറച്ച് തൈകളുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അമ്മൂമ്മയുടെ മുറിയിലേക്ക് അടിക്കാൻ ചെന്നപ്പോഴേക്കും കാണുന്ന കാഴ്ച കേട്ടോ ഇത്. കുഞ്ഞാപ്പൂ ലിയാമോളും പേപ്പറൊക്കെ വെട്ടിക്കീറിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം പെറുക്കി അവിടെ നമ്മുടെ ജനാലിൻ്റെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മൂമ്മയുടെ മുറി, അമ്മൂമ്മ കിടക്കുന്ന മുറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് രണ്ടുപേരും ഇടയ്ക്കൊക്കെ വന്നിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അവിടെ മൊത്തം എന്താ പറയുക പേപ്പർ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിവിടെ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇച്ചായൻ അവിടെ ഇരുന്ന് ടി വി കാണുന്ന കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ അടിക്കുന്ന കണ്ടപ്പോൾ കാലൊക്കെ പൊക്കി വെച്ച് തരുന്നുണ്ട്. അപ്പോൾ നിറച്ച് പേപ്പർ കഷ്ണങ്ങളാണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെ ലിയാമോളും കുഞ്ഞാപ്പും വെട്ടിയൊക്കെ ഇടുന്ന കുറേ കഷ്ണം പേപ്പറുകളാണ് എനിക്ക് കിട്ടുന്നത് അടിക്കുമ്പോൾ. ഇതെല്ലാം എടുത്ത് കത്തിക്കലാണ് എൻ്റെ പണിയെന്ന് പറയണത്. ഞാൻ പെരടിച്ച് പകുതി ആയപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാപ്പ് അവിടെ വന്ന് കിടക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പായ എടുത്ത് വിരിച്ചിട്ട് കിടക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പൂനാണെങ്കിൽ അവിടെ കിടന്നിട്ട് തന്നെ തണുപ്പുണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ആൾ ടി വി കാണാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോലയുടെ കിടപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കും ഇവിടെ അടിയും തൊടിയൊന്നും ഇല്ലേന്ന്.
നമ്മൾ എന്നും അടിക്കാറുണ്ട് കേട്ടോ, രാവിലെയും വൈകിട്ടൊക്കെ അടിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഡയാന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന കാരണമാണ് ഇത്രയും മണ്ണ് വരാനായിട്ട് കാരണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ കുഞ്ഞാപ്പു ലിയാമോളും ക്ലാസ്സില്ലാത്ത ദിവസം ഇവിടെ ഇരുന്ന് തന്നെയാണ് കളിക്കുന്നത്, മണ്ണ് വാരിയൊക്കെ കളിക്കുന്നത് ആണ് കേട്ടോ ഇവിടെ. അതാണ് ഇത്രയും മണ്ണ് വരാനായിട്ട് കാരണം. നമ്മുടെ ഡയാന ഇരിക്കുന്ന ഇരിപ്പ് നോക്കിക്കണ്ടേ, ആ അറ്റത്ത് ആ കൂടിൻ്റെ അടുത്ത്. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് കണ്ടത്. ആ വെയിലത്ത് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. ബട്ടറും ചെറുനാരങ്ങയും ഒക്കെ വേണ്ടേ? ചെറുനാരങ്ങ ഉണ്ട്, ബട്ടറില്ല. പപ്പനോട് ഞാൻ പറഞ്ഞല്ലേ ബൺ മസ്ക ഉണ്ടാക്കാമെന്ന്. അപ്പം നേരത്തെ പറഞ്ഞു ബൺ മസ്കയും ഇറാനി ചായയും. നല്ല സോഫ്റ്റ് ബണ്ണ് മേടിക്കണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു നമ്മുടെ ബൺ മസ്കയും ഇറാനി ചായയും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ ഞാനത് ചായനോട് പറയണമായിരുന്നു സോഫ്റ്റ് ബണ്ണൊക്കെ വാങ്ങിച്ചിട്ട് വന്ന്. അങ്ങനെ അതേ ഒരു ചോളം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുഞ്ഞാപ്പിന് വേവിച്ച് തരാൻ പറഞ്ഞിട്ട് അത് ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വേവിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ആവി കയറ്റുന്ന ഒരു പാത്രമുണ്ട്, അപ്പോൾ അതിലൊന്ന് ഞാൻ വേവിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചോളം. ഇത് സവോളയും മുട്ടയും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലുമാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചത്തേക്ക് മുട്ടക്കറി തന്നെ ആക്കാമെന്ന് വിചാരിക്കുന്നു. സൺഫ്ലവർ ഓയിലല്ല കേട്ടോ, സൺറിച്ച് ആണ്. അപ്പോൾ അത് ഞാനൊന്ന് കുപ്പിയിലേക്ക് ആക്കുന്നുണ്ട്. ഒരാളിവിടെ ഇരുന്ന് കളിക്കണേണ്. ഇതാണ് കുഞ്ഞാപ്പു ഇന്ന് പള്ളിയിൽ വെച്ചുകൊണ്ട് പോയത്. അപ്പം അത് കളിക്കാനായിട്ട് എടുത്തേക്കണേണ്. 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, അലക്കിയിട്ടേക്കണേ. ചെയ്യും ഇതൊക്കെ എടുത്ത് കളിക്കണേണല്ലേ ഡയാന. മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെ ചോളം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാപ്പ് ആണെങ്കിൽ സമ്മതിക്കണില്ല, അവർക്ക് ഇപ്പം തന്നെ വേണം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ചൂടാണ്, ചൂടാറിയിട്ട് തുറന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല കേട്ടാ. തുറക്കാം, അതിൻ്റെ ചൂട് പോട്ടേന്ന്. കുഞ്ഞങ്ങോട്ട് നീങ്ങി കാണുന്നില്ല തന്നെ. എന്നിട്ടും ഇതിന് ഉപ്പും മുളകും അതുപോലെ തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞും റെഡിയാക്കി എടുക്കാട്ടാ. ഉപ്പും മുളകും ഒക്കെ പുരട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കാട്ടാ. നമ്മള് ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വാങ്ങിച്ച് കഴിക്കാറുള്ളതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഉപ്പും മുളകൊക്കെ ഇട്ട്. കുഞ്ഞാപ്പിന് ആണെങ്കിൽ ഭയങ്കര ധൃതി, എനിക്ക് ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് കുറേ ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടതല്ലേ. എന്തോരം ഇട്ട് ഞാൻ. അടുത്തത് പിഴിഞ്ഞൊഴിക്കണം ഒരാള്. കുറച്ചും കൂടി വേകാനുണ്ടായിരുന്നു. എരിവുണ്ടാ പുളിയാ? താനിപ്പ പിഴിഞ്ഞിട്ടതല്ലേ. പുളിയുണ്ട് എന്നാണോ പറയരുത്.
കുഞ്ഞാപ്പുവാണെങ്കിൽ ആ ചോളം ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ അടർത്തി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പുറത്തിരുന്ന് നമ്മുടെ മുട്ട കറി വെക്കാനുള്ള സവോളയും അതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത്. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ആദ്യം എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അഞ്ച് മുട്ടക്ക് 3 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് വരച്ചെടുക്കാം. ഉപ്പെടുത്ത കൈ കഴുകണം കേട്ടോ. പച്ചമുളകും ഇല്ല, അതുപോലെ തന്നെ കറിവേപ്പിലും ഇല്ല കേട്ടോ. സവാള നല്ലോണം ഇങ്ങനെ വഴണ്ട് കിട്ടണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് ഒന്ന് 1-2 വിസിലോളം കേൾപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും നമ്മുടെ സവാള. നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂണല്ല 2 സ്പൂൺ മുളക് പൊടിയും, അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ചേർക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല എനിക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞായറാഴ്ചയായിട്ട് ചിക്കനോ ബീഫോ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എല്ലാ ഞായറാഴ്ച വാങ്ങിക്കണേണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു വെറൈറ്റി വേണ്ടേ. എപ്പോഴും ചിക്കനും ബീഫൊക്കെ കഴിച്ചാൽ മതിയോ എന്ന് വിചാരിച്ചിട്ട് മുട്ട തന്നെ ആക്കിയതാണ് കേട്ടോ.
കുക്കറിൽ 2 വിസിൽ കേൾക്കുമ്പോൾ ഓഫാക്കട്ടെ. ഞാനപ്പോൾ ഇപ്പുറത്ത് മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് തൊണ്ടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. മേഴ്സി ആൻറ്റി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പപ്പങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പച്ചയായിരുന്നു. 2-3 ദിവസം ഇരുന്നപ്പോഴേക്കും നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്ന് മുറിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മധുരമാണ് കേട്ടോ. നല്ല മധുരമുണ്ട് കേട്ടോ. അവിടെ ലിയാമോളും കുഞ്ഞാപ്പൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തപ്പോഴേക്കും വേണ്ടാന്ന് പറഞ്ഞു. ഒരെണ്ണം കഴിച്ചപ്പോഴേക്കും നല്ല മധുരം, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നും പോയി ഒക്കെ ഇന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുത്തെടുക്കാം കേട്ടോ. മുട്ട ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കത്തുള്ളൂ. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചു. ലിയാമോളും കുഞ്ഞാപ്പൊക്കെ അത് നല്ല ഒച്ചയായിട്ട്. അപ്പം ഞാൻ കുടിക്കാനായിട്ടുള്ള വെള്ളം ഞാൻ ജീരകം ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചേക്കണേ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അത് ഉച്ചക്കത്തേക്ക് ലിയാമോളും കുഞ്ഞാപ്പൊക്കെ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുട്ടക്കറിയും കൂട്ടിയൊക്കെ ചോറ് കഴിക്കുന്നുണ്ട്. ഞങ്ങളും കഴിച്ചിട്ടിരിക്കണേ കേട്ടോ. അങ്ങനെ കുഞ്ഞാപ്പോൾ ഡയാനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോട്ടിയിൽ നല്ല ചെണ്ട കൊട്ടു. ഞങ്ങളപ്പോൾ റോട്ടിൽ പോയി നോക്കിയതാണ്ട് എന്താണെന്ന്. എന്തോ കല്യാണ പരിപാടി എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ ചെമ്മിപ്പുളി ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിന് ചെമ്മിപ്പുളിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 എണ്ണം പറിച്ചു കൊടുക്കണതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫോണിൽ ചാർജും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു.